ആരുമില്ല, വയസ്സായതുകൊണ്ട് പറയുന്നുണ്ടാവില്ല അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ അമ്മാമയേക്കാൾ ഏജുള്ള? ഇല്ല. അപ്പൊ നമുക്ക് അമ്മാമയ്ക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? സോ പ്ലീസ് തോമസ്, പ്ലീസ് വെൽക്കം. എന്നോട് ഏറ്റവും കുറവ് ഹോസ്റ്റ് ചെയ്തൊരു പരിപാടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ബാപ്റ്റിസം ആണെന്ന്. നമുക്ക് ഹിന്ദു വെഡ്ഡിങ്സ്, ക്രിസ്ത്യൻ വെഡ്ഡിങ്സ്, അതേപോലെ അങ്ങനെ ഒരുപാട് പരിപാടികൾ, മാരേജ് ഫംഗ്ഷൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ബാപ്റ്റിസത്തിൻ്റെ എണ്ണം എടുത്താൽ വളരെ കുറവാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ് ഈ ബാപ്റ്റിസം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ബേബി ലുക്ക്, മമ്മി ഡാഡി എല്ലാവരും, അവരുടെ അമ്മാമ്മ അപ്പാപ്പൻ, ദ എൻറ്റയർ ഫാമിലി ഒരുങ്ങി വരുന്നത് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഹെയ്സലിൻ്റെ സിസ്റ്റർ വന്ന രീതി, ആ ഒരു ഫാമിലി ബോണ്ടിങ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരു ക്രിസ്ത്യൻ ഫാമിലിനെ സംബന്ധിച്ച് മാമുദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. ഒരു കുട്ടി ജനിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് നമുക്ക് ബാപ്റ്റിസം. അപ്പോൾ ഭയങ്കര രസമായിരുന്നു എനിക്ക്. ഇത് ബുക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നത് എയ്സലിൻ്റെ പപ്പയുടെ ഭാഗത്തു നിന്നായിരുന്നു, തോമസിൻ്റെ ഭാഗത്തു നിന്നാണ് ബുക്കിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒഫീഷ്യൽ സെറിമണീസൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഗെയിമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. സ്റ്റേജിലേക്ക് ആരും വരില്ല, മടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ നമുക്ക് എന്താ പറയണേ, നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് പോലും നമുക്ക് തികയാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അത്ര മാത്രം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാ. ബൈ ഫ്രം ജിനിയ ടോണി.